അസ്സലാമു അലൈക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീഡിയോസൊന്നും ഷെയർ ചെയ്യാനില്ല എന്നല്ല, ഉണ്ട്. നോമ്പുതുറ റെസിപ്പീസൊന്നും അങ്ങനെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടില്ല. ഞാൻ എടുത്തില്ല വീഡിയോ ഇന്നലെ ഒന്നും. ചില ദിവസങ്ങളിൽ മക്കൾ ഉറങ്ങും, ചില ദിവസങ്ങളിൽ മക്കൾ ഉറങ്ങൂല. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കൊഞ്ചി കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോണിന് നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഫോണും കുത്തിക്കൊണ്ട് നിന്നാൽ ഭക്ഷണം കുക്ക് ചെയ്യൽ നടക്കില്ല, തെക്ക് വടക്കൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് സാഹസത്തിന് ഞാൻ മുതിർന്നില്ല. അതുകൊണ്ട് എനിക്ക് മക്കളുള്ളത് കൊണ്ട് എനിക്ക് ലഞ്ച് ആക്കണമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലഞ്ചൊക്കെ ആക്കണം. അതുകൊണ്ട് ഞാൻ കിച്ചടിയുടെ റെസിപ്പി ഞാനൊന്ന് പതിയെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നോമ്പ് ഉള്ളവർക്കൊന്നുള്ള റെസിപ്പിയൊന്നുമല്ല, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഹൗ ടു മേക്ക് കിച്ചടി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ വീട്ടിൽ അപ്പുറത്ത് ഉമ്മച്ചിയുടെ വീട്ടിലുള്ള ഫ്ലവേഴ്സും തേങ്ങയൊക്കെ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റെസിപ്പിയിലോട്ട് പോവുകയാണെങ്കിൽ 2 ബീട്രൂട്ട്, 1 പച്ചമുളക് നല്ല രീതിയിൽ പുഴുങ്ങി തണുത്തതിന് ശേഷം മിക്സിയുടെ ബ്ലെൻഡറിലോട്ട് ആക്കുക. ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതും നമ്മൾ ബീട്രൂട്ട് വേവിച്ച വെള്ളമില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുക അതിലോട്ട്. എന്നിട്ട് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകം, 1 പച്ചമുളക് കൂടി ഇട്ടതിന് ശേഷം ആ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം കിച്ചടി ഏതിലാണോ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് കടുക്, കറിവേപ്പില, വറ്റൽമുളകൊക്കെ താളിച്ചതിന് ശേഷം ഈ ബ്ലെൻഡ് ചെയ്ത മിക്സർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്യുക, നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ ഇതെല്ലാം. ഓക്കെ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുമ്പളകൾ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓഫ് നല്ല കട്ടിത്തൈര് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടയൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ ഉടച്ചെടുക്കണം തൈര്. ഇതൊക്കെ കുഞ്ഞു ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യേണ്ടത്. എന്നിട്ട് തിള വരാൻ പാടില്ല. തിള വരുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് കുക്കായി എന്നുള്ള ഒരു ബോധം വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. കിച്ചടി റെഡി. ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം, എൻ്റെ ഉമ്മച്ചൊക്കെ ഈ തേങ്ങ സെപ്പറേറ്റ്, ഈ ബീട്രൂട്ട് സെപ്പറേറ്റൊക്കെയാണ് ഇങ്ങനെ കുക്ക് ചെയ്ത് ആട്ടി ഒക്കെ എടുക്കുന്നത്. അപ്പം ഞാനങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയല്ലേ കുക്ക് ചെയ്യേണ്ടത്. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യേണ്ട സാധനങ്ങളല്ലേ. പിന്നെ എന്തിനാണ് ഈ ഒറ്റയ്ക്ക് മിക്സ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ പരിപാടിക്കൊന്നും പോകാറില്ല. ഞാൻ എല്ലാം കൂടെ അങ്ങ് ഇട്ടിട്ട് കണ്ടില്ലേ, ഒറ്റ റെഡി, കിച്ചടി റെഡി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ഇന്നലത്തെ പിള്ളേരുള്ളത് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, പാവമല്ലേ. അപ്പോൾ പിള്ളേരൊക്കെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.